സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഫുങ്ഷോ പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ലക്കി ബാമ്പു ആണ്. ഇപ്പം നമുക്ക് സമ്പത്ത് വർദ്ധിക്കാനായിട്ട് ഗ്രീൻ പിന്നെ ഒരു ജേഡിന്റെ പ്ലാന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മണി പ്ലാന്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 2026 ഇതൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ച് ജീവിക്കാനുള്ള പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് അപാരമാണ്. അത് നമുക്ക് സമ്മതിച്ചേ പറ്റൂ. ചെടി വളർത്തി പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന പുള്ളിയാണ് യഥാർത്ഥ ബിസിനസ്സുകാരൻ. എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ലോൺ എടുക്കാനോ കടമേടിക്കാനോ ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കുറച്ച് ലക്കി ബാമ്പു മണിപ്ലാന്റും ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ നടുക. ചിലപ്പോ ഒരുപക്ഷെ ഈ പുള്ളി പറഞ്ഞ കണക്ക് സാമ്പത്തികം വന്നാലോ. ഇയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇയാളുടെ പിന്നിലും ഒരുപാട് ആളുണ്ട് ഇയാൾ പറയുന്നത് അനുസരിക്കാനായിട്ട്. അധ്വാനിക്കാതെ എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നുള്ള ഒരുപാട് ആൾക്കാരുടെ അപ്പോസ്റ്റലിനാണ് പുള്ളി. എന്റെ പൊന്നി ചേട്ടാ, ഇങ്ങനെ ലക്കി ബാമ്പുവും ഈ നിങ്ങൾ ഈ പറയുന്ന മണിപ്ലാന്റും ഒക്കെ വളർത്തിയ എന്തിനാണ് ആൾക്കാരെല്ലാം ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നു? അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാവർക്കും ഇത് വെച്ചാൽ പോരെ? ഒരു ശകല ഉളുപ്പ് വേണം ഈ 2026 ഇതൊക്കെ ഒന്ന് പറയുന്നതിന്. കാരണം ഉളുപ്പില്ലാതെ ജീവിക്കുക എന്നുള്ളതാണല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉളുപ്പില്ലാത്തവരാണല്ലോ ഇതൊക്കെ പറയുന്നത്. ലക്കി ബാമ്പു വെച്ചാൽ പൈസ വരും, മണിപ്ലാന്റ് വെച്ചാൽ പൈസ വരും, ചിരാതിനകത്ത് ഉപ്പിട്ട് നാണയം വെച്ചാൽ കാശ് വരും. ചിലപ്പോൾ കാശ് വരുന്നുണ്ട്, ഇതൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ കാശ് കിട്ടുന്നുണ്ട്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടോ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറ്റിച്ച് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കളിയല്ല. പുള്ളിക്ക് അത് നല്ലപോലെ അറിയാം. പുള്ളിയുടെ കോൺഫിഡൻസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു.